ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഞാൻ നമ്മുടെ അക്കോമഡേഷൻ ഈ പുറയിലായിരുന്നു കേട്ടോ. ഇന്ന് ഫ്രാങ്ക്സ്റ്റൺ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഫ്രാങ്ക്സ്റ്റൺ ഹോസ്പിറ്റൽ മെൽബണിൽ. അവിടെ 1-2 പേരെ കാണാനുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ റെഡിയായി. ഉച്ച കഴിഞ്ഞ് രാവിലെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്തായാലും നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ ഒരു ബംഗ്ലോ ആണ്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നേരെ പോകാം. മുള്ളും ആരും മുള്ളും ടണൽ. M3 ഫ്രാങ്ക്സ്റ്റണിലേക്ക് പോകുന്ന വഴിയാണ്. പോക്കുണ്ടോ ലാംബർഗിനി പോകുന്ന പോക്കുണ്ടോ മക്കളെ? കൂട്ടുകാരിൽ മേടിക്കണം. ഫ്രാങ്ക്സ്റ്റണിലാണല്ലോ. ഫ്രാങ്ക്സ്റ്റണിലെ പെനിൻസുല ഹെൽത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതിന് തൊട്ടപ്പുറത്താണ്. ഞാനിപ്പോൾ അതിൽ ജസ്റ്റ് വന്നുള്ളത് കാത്തലിക് ചർച്ചാണ്. ഇതിനപ്പുറത്ത് ഫ്രാങ്ക്സ്റ്റൺ പ്രൈമറി സ്കൂളാണ് കാണുന്നത്. അപ്പം ഫ്രാങ്ക്സ്റ്റൺ വളരെ നല്ല മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മലയാളികൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സ്ഥലമാണ്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ശാന്തമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ ഇങ്ങോട്ട് ഒത്തിരി പേര് ഈ പെനിൻസുല ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സിറ്റി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഒന്നും തീരെ അങ്ങനെ പുറകോട്ടുള്ള സ്ഥലമൊന്നുമല്ല. മെൽബണിലേക്ക് ജസ്റ്റ് ഒരു 1 hour ഡ്രൈവേ ഉള്ളൂ. 1 hour ഇല്ല മെൽബൺ സിറ്റിയിലേക്ക് പോകാനായിട്ട്. അപ്പം ഇങ്ങോട്ട് ഞാൻ ഒന്ന് കണ്ടിട്ട് എനിക്ക് സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുന്നോട്ട് വെച്ചാൽ വലിയ കെട്ടിടങ്ങളും വലിയ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഒത്തിരി ഇങ്ങനെ കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് വരുന്നതിനാൽ കേട്ടോ. നമ്മൾ വീണ്ടും ഡാണ്ടനോങ് മെൽബൺ റൂട്ടിലോട്ട് കയറി. നമ്മൾ താമസിക്കുന്നത് ബ്ലാക്ക് ബാൻ ബോക്സിൽ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തത്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് നൈറ്റ് നാളെയും കൂടെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് രാവിലെ നമ്മൾ നേരെ കാൻബറയ്ക്ക് പോകണം. കാൻബറയിൽ എൻ്റെ കസിനുണ്ട്, പുള്ളിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നാളെ കുറച്ച് കൂട്ടുകാരെ കാണണം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇവരെ കുറച്ച് പേരെ കണ്ടു. അവരൊക്കെ ഞാൻ പറഞ്ഞില്ല, വീഡിയോ കോൺവെർസേഷൻ ഒത്തിരി സംസാരിക്കുന്ന ഇടയ്ക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് വർത്താനം പറയാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം കുറച്ച് പ്രൈവറ്റ് ടൈം ആക്കി അങ്ങനെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരെ വീട്ടിൽ പോകുന്നു. നാളെ രാവിലെ മെൽബൺ സിറ്റി ഇറങ്ങാൻ പോകണം എന്നുള്ളതാണ് പ്ലാൻ. പിന്നെ 2-3 പേരെ കാണാനുണ്ട്. ഇവരെയൊക്കെ കാണണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പം അടുത്ത വഴിയായിട്ട് പിന്നെ കാണാം. ബൈ. നമ്മളങ്ങനെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് കാർ പാർക്ക് ചെയ്തു. ഹോൾ ഡേ പാർക്കിംഗ് $25 വീക്കെൻഡ്. ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മളിന്ന് പുറത്തോട്ട് നടക്കുകയാണ്. ടിക്കറ്റ് റേറ്റ് അല്ല. വീക്കെൻഡ് റേറ്റ് സാറ്റർഡേസ് ആണ് പബ്ലിക് ഹോളിഡേ. എൻ്റർ ആഫ്റ്റർ 5:30 AM, എക്സിറ്റ് 5:30 AM. നെക്സ്റ്റ് 25 രൂപ. അപ്പം അതൊരു നല്ല ഡീലാണ്, കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റാണ് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ്സ് ട്രെയിൻ സ്റ്റേഷൻ. ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് സിറ്റി സർക്കിൾ കിട്ടും. ക്രോസ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. ഇതിലെ ക്രോസ് ചെയ്യുന്നത് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോകണം. നമുക്ക് അവിടെ നോക്കാം. ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് ട്രെയിൻ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ്. എന്നാ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളി.
സൂപ്പർ. ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ ഇതുണ്ടോ? ഇൻഡസ്ട്രി സ്റ്റേഷൻ എലിപ്സർ സ്ട്രീറ്റ് പ്ലാറ്റ്ഫോം 10. ഓക്കെ. ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ 1870 ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. അടിപൊളിയല്ലേ? അത്തോട്ടാ വാ, കൊള്ളാലോ. നമ്മൾ സിറ്റി സർക്കിളിൽ ട്രെയിനിൽ കയറി എല്ലാം പോയി കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു. പക്ഷേ സിറ്റി സർക്കിളിലെ ട്രാം ഇങ്ങ് ഓടുന്നില്ല, പകരം പല ട്രാമിൽ കയറി ഇറങ്ങി പോകണം. അപ്പം നമ്മുടെ ജയ്ജുഭായ് നമുക്ക് വേണ്ടി ലൈവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ. അതുകൊണ്ട് കാര്യം ഈസിയായിട്ട് നടക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്, ട്രെയിൻ സ്റ്റേഷനിൽ, ട്രാം സ്റ്റേഷൻ. അപ്പം അടുത്ത ട്രാമിന് വെയിറ്റ് ചെയ്ത് കയറി ചോദിച്ചു പോകാം. അല്ലേ ജയ്ജുഭായ്? ചോദിച്ചു പോകാം. ഫ്ലിൻഡേഴ്സ് ട്രെയിൻ സ്റ്റേഷൻ ബോംബെയിലെ ഏതൊരു ട്രെയിൻ സ്റ്റേഷനൊക്കെ അടുത്ത് സാമ്യമുണ്ട്. ഇന്ന് ജയ്ജുഭായ് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞു. ഹലോ, ഹായ്. സിഡ്നിയിലെ കാർഡിൻ്റെ പേരെന്നായിരുന്നു? ഓപ്പൽ കാർഡ്. സിഡ്നിയിൽ ഓപ്പൽ കാർഡ് ഉള്ള പോലെ ഇവിടുത്തെ ഒരു കാർഡിന് പേരാണ് മൈക്കി കാർഡ്. മൈക്കി കാർഡ് ഈ മെഷീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സിറ്റിക്ക് ഔട്ട്സൈഡിലോട്ടുള്ള ട്രാമൊന്നും ഫ്രീ അല്ല, അതിന് പൈസ കൊടുക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് ഈ മൈക്കി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർഡ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെച്ച് ടാപ്പ് ചെയ്താൽ എല്ലായിടത്തും യാത്ര ചെയ്യാൻ പറ്റും. അതാണ് മൈക്കി. നമ്മുടെ ട്രാം വന്നിട്ടുണ്ട് 70, നമ്പർ 70. കം. വാ ഇരിക്കും. പൊതുവെ തിരക്കാണ്, വീക്കെൻഡാണ്, അതുകൊണ്ട് പൊതുവെ തിരക്കുണ്ട്. നിൽക്കാൻ സൗകര്യമുണ്ട്, ഇരിക്കാൻ അതുപോലെയല്ലേ? ഇത് ഫ്രീ ആണ്, ഫ്രീ, അത് കുഴപ്പമില്ല. എടാ അതിൻ്റെ അടുത്ത് മാപ്പ് നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെയാണ് കാണണമെന്ന് കേട്ടോ. മെൽബോൺ സുന്ദരി മോള് ഇരിക്കുന്നുണ്ട്. ഹായ്. CGF-ന്റെ കച്ചവടം പോലെ നമ്മൾ തീർത്തു. അടുത്ത മെയിൽ വരുമ്പോൾ നമുക്ക് എന്നെ വിളിച്ചാൽ പാസ് ചെയ്യാം കേട്ടോ. ഒന്നും ചെയ്യണ്ട, അവിടെ ഇറങ്ങി സമാധാനമായിട്ടിരുന്നാൽ മതി കേട്ടാ. ഓക്കെ, ശരി, ബൈ. ഞങ്ങൾ തിരിച്ച് അപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ എന്നാക്കെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. ജയ്ജുഭായിനെ വിളിച്ച് ചോദിക്കണം എന്നാ കാണേണ്ടത്. സ്റ്റേഷൻ ഇതിൻ്റെ പേരെന്നാടി? പേരൊന്നുമില്ല. ഓക്കെ, ഈ ട്രാംസോൺ. ഓക്കെ, ആഹാ, അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടോ? വാ നടക്കാം. ട്രാംസ് ഫ്രീ ട്രാംസോൺ. ഇവിടം വരെ ഉള്ളൂ, ഇവിടെ നിൽക്കാനാവുക. ഓ, ഡിസ്ട്രിക്ട് ഡോക്ലാൻഡ്സ്. നിങ്ങൾ ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാം. എന്തെങ്കിലും കഴിച്ചാലോ ഇവിടെ കയറി? ബോസ്, എന്തെങ്കിലും കഴിക്കാം.
ഈ മറീനയുടെ മുന്നിൽ കുറച്ച് പേര് കുത്തിയിരിക്കുന്നു, ചുവന്ന കുറേ ആൾക്കാർ. ഞങ്ങൾ ആ വാട്ടർ ഫ്രണ്ടിന് മുന്നിലേ കുറേ ആൾക്കാർ ചുവന്ന ഉടുപ്പിട്ടുണ്ട് കുത്തിയിരിക്കുന്നു, പെയിൻ്റ് അടിച്ചേ. രസമാണല്ലോ സാറേ. ആടാ ബ്രിഡ്ജ് കാണാലോ. എന്നാ ബ്രിഡ്ജാ അത്? വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജാണ് മുന്നിൽ കാണുന്നത്. ഓക്കെ, എന്നാൽ നിങ്ങൾ ബാറ്റ് വെച്ചു, ഞാൻ ചുമ്മാ നടന്നിട്ട് വിളിക്കാം. ഓക്കെ, വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. മാർബിൾ സ്റ്റേഡിയം. അത് കുറേ പേര് ഇവിടെ കയാക്കിങ് വള്ളം തൊഴിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. ഇതുകൊണ്ട് ഒരു വെഡ്ഡിങ് ഷൂട്ടാണ് നടക്കുന്നത് തോന്നുന്നു ഇവിടെ. പുറത്ത് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ്. ഇത് ഷെരാട്ടൺ ഹോട്ടലാണ് ഈ കാണുന്നത്. മെൽബൺ സിറ്റി മറീന കണ്ടോ, എന്തൊരു വ്യൂ അല്ല, അടിപൊളി വ്യൂ ആണ്. എല്ലാവരും ഒന്ന് വരണം, ഇതിലെ കൂടെയൊക്കെ ഒന്ന് നടക്കണം. കണ്ടോ, ഒരു സുന്ദരമോൾ നിൽക്കും. നമ്മുടെ വീഡിയോഗ്രാഫർ ഇന്ന് ഭയങ്കര ബിസി വാച്ചിങ് സീ ലൈഫ് ആണോ. വീഡിയോഗ്രാഫർ ഇന്ന് $5 ഉള്ളൂ, ഇന്ന് $10 ഇല്ല. ഇതുണ്ടോ മുന്നോട്ട് നിൽക്കുക ചെയ്യുന്നത്, ഭയങ്കര രസമല്ലേ. ക്രിസ്മസ് ഡെക്കറേഷൻസാ. പോവാം. ഇല്ലേ, വള്ളംകളി മത്സരം പോലെ തന്നെ ഇവിടുത്തുണ്ടോ. വള്ളം തുഴച്ചില്ല, ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. അമരക്കാരൻ പുറകെ നിൽക്കുന്നുണ്ടോ. അടിപൊളി, സൂപ്പറാണ് വോക്ക്, അടിപൊളി വോക്കാണ്. ചൂടില്ല, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. ഡോക്ക് ലാൻസിൻ്റെ വ്യൂ ഉണ്ടാവും. മേരെ ക്രിസ്മസിൻ്റെ വലിയ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചിന്നു, ഫുഡുണ്ടാവും എല്ലായിടത്തും. വാട്ട് ഇസ് 7 മെൽബൺ ജിന്ന? 7 മെൽബൺ എന്താണ്? 7 ഗേലോഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ സദേൺ ക്രോസ് ട്രെയിൻ സ്റ്റേഷൻ്റെ അടിയിലായിട്ട് ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ചോട്ടിൽ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണ്. ഫുഡ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ട് നിൽക്കുകയാണ്. നല്ല ഫുഡാണെന്നാണ് പറയുന്നത്. ഇച്ചിരി പോഷാണ്. ഇതിൻ്റെ പുറത്തൊരു ട്രാം കമത്തി കുത്തി വെച്ചിട്ടുണ്ട്, നിലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. പഴയൊരു ട്രാം കുഴിച്ചിട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ലാൻഡ്മാർക്ക്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട്. പാവഭാജി, നാൻ, ബട്ടർ ചിക്കൻ, ദാൽ മഖനി, റൈസ്, മാംഗോ ലസ്സി. അടിപൊളിയാ. ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഗേഹോഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ട്രാം മറിച്ചിട്ടിരിക്കുന്നു, ട്രാം കുഴിച്ചിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതുണ്ടോ? We are going to the left there. ഇതുണ്ടോ? അങ്ങോട്ടാ. ഉണ്ട്, ഒരു ട്രാം കുഴിച്ചിട്ടിരിക്കുന്നു. 1040. അപ്പോൾ ഒറിജിനലാണോ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്ന് നമുക്കറിയത്തില്ല. വില കൊള്ളാം, സൂപ്പർ. ഫുഡ് സന്തോഷമായി.
പോവാണ്. സദേൺ ക്രോസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. മുന്നിലാണ് സദേൺ ക്രോസ് സ്റ്റേഷൻ. ബിൽഡിംഗ് ഉണ്ടോ? ഈശോ, എന്നാ വലിയ ബിൽഡിംഗ് എന്തൊക്കെ. സദേൺ ക്രോസ് ട്രെയിൻ സ്റ്റേഷനാണ്. അച്ചു ഇതുണ്ടോ? എന്നാ വലിയ ബിൽഡിംഗ് എന്തൊക്കെ. ഷേപ്പ് ഉണ്ടോ? ഇതാണ് സദേൺ ക്രോസ് ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ബർക്ക് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ബർക്ക് സ്ട്രീറ്റ്. അവിടെ നിന്നാണ് നമുക്ക് ട്രാമിൽ ബർക്ക് സ്റ്റേഷനിൽ ചെന്ന് തന്നെ മയർ വിൻഡോസ് കാണാം. മയർ വിൻഡോസ്. ഓക്കെ, നമ്മളങ്ങനെ ബർക്ക് സ്ട്രീറ്റ് വന്നിരിക്കുകയാണ്. ഈ H&M. ഓഹോ, അടിപൊളി. ഹൈ ഹൈ ഗായ്സ്, ലുക്ക് എൻ്റെ യൂണി സൂപ്പർ. There's a Meyer windows. Oh my gosh, that's a Meyer windows. Come. ഇത് കാണാനാണ് നമ്മൾ മയർ വിൻഡോസ്. സിറ്റി സെൻറ്ററിലാണ്. സിറ്റി സെൻറ്ററിൽ. അപ്പോൾ മയർ വിൻഡോസ് ഈ ഡെക്കറേഷൻ ഭയങ്കര സൂപ്പറാണെന്നാണ് പറയുന്നത്. Look. Hi. That's a queue, so you have to queue. That's a queue, boys. ഇത് കാണാന് ഈ വിൻഡോസിലെ ഡെക്കറേഷൻ കാണാൻ. ഈ വിൻഡോയിലെ ഡെക്കറേഷൻ കാണാന് കയറണ്ട. ഇവിടെ കാണാനോ? ഇതിന്റെ അകത്തോടെയാണ് ഇത് ഡെക്കറേഷൻ ഇരിക്കുന്നത് മുഴുവനും. ആ വിൻഡോസിനകത്താണ് ഡെക്കറേഷൻ. വിൻഡോസ് ഡെക്കറേഷൻ. അവിടെ ക്യൂ ആണ്. അവിടെ വിൻഡോയുടെ സൈഡിൽ കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂയും ഇങ്ങനെയുള്ള തീംസുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര തിരക്കാണ്. പക്ഷേ സാറ്റർഡേ ആയതുകൊണ്ട്. ബ്ലൂയുടെ എന്നതാ ക്രിസ്മസോ? പെർഫ്യൂംസ്. വലിയ ഷോപ്പിംഗ് സെൻ്ററാണ്. എന്നാ പരിപാടിയാണ് ഇന്നത്തെ ഡെക്കറേഷൻ. ഈ മയറിനകത്തെ ഡെക്കറേഷൻ അടിപൊളിയാണ്. സൂപ്പറാണ്. ബ്ലൂയുടെ ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. ഹോളിഡേ വണ്ടർലാൻഡ്. എന്നാ ഇത്? സാന്റാലാൻഡ്. മയറിനകത്ത് വരുന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് പറ്റിയ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് പൈസ ഒക്കെ കൈ പിടിച്ചോണ്ട് വന്നാൽ മതി. ആൻഡ്ര ഡൈനോസർ ഉണ്ടോ? ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിള്ളേർ കളിക്കുന്ന മേളിലൊരു വലിയ ബിൽഡിങ്ങിന് വേണ്ടി. താഴെ നോക്കി കാണാം. അയ്യോ, ഓരോ വിൻഡോയിൽ ഓരോ ഡെക്കറേഷൻ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡെക്കറേഷൻ കാണാനാണ് ഇവിടെ ആൾക്കാർ, ഇത്രയും ആൾക്കാർ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ക്യൂ ബാക്കി അങ്ങോട്ട് നിൽപ്പുണ്ട്. വേണ്ട അങ്ങോട്ടും ക്യൂ നിൽപ്പുണ്ട്. ഇത്രയും ക്യൂ കണ്ട് നമ്മളിവിടെ നിന്നിരുമ്പോൾ ഇന്നത്തെ ദിവസം നേരം എടുക്കും. അയ്യോ, അവിടുന്ന് മുതൽ ഇതിന് ക്യൂ ആണ്. പക്ഷെ പിള്ളേരെ കൊണ്ട് വന്ന് സമയമൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നിന്നിത് കാണുന്നത് ഭയങ്കര രസമായിരിക്കും. ലൂയിസ് ക്രിസ്മസ് ആണ് ഇവിടുത്തെ തീം. മെൽബണിലെ മാത്രം പ്രത്യേകമാണ്. അതെ, എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടികളെല്ലാം റൈറ്റിലേക്ക് ഇത് പിടിച്ചോ. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടികളെല്ലാം റൈറ്റ് സൈഡിലോട്ട് സിഗ്നൽ ഇട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടോ? ഭയങ്കര വലുപ്പമാണ്. മെൽബൺ സിറ്റിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത് യൂ ടേൺ എടുക്കണമെങ്കിലും വലത്തോട്ട് തിരിയണമെങ്കിലും നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കണം, റൈറ്റ് സൈഡിലല്ല നിൽക്കേണ്ടത്. എന്തുമാത്രം പള്ളികളല്ലേ അതിൻ്റെ അകത്ത്. ഇവിടെ വന്നിട്ട് മെൽബണിൽ വന്നിട്ട് സിറ്റിക്കകത്ത് മുട്ടി പള്ളികളാണ്. എന്നെ കിച്ചു എന്തിനാ എന്നെ വിളിച്ച? കത്തീഡ്രൽ പ്ലേസ്. കത്തീഡ്രൽ ഇതിനുണ്ടോ? അതിൽ ഹുക്ക് ടേൺ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? ഹുക്ക് ടേൺ എന്നാ പറയുന്നത്. ഹുക്ക് ടേൺ.
മെൽബൺ സിറ്റിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് റോഷനെ നിഷേനെയും കണ്ടു. റോഷൻ നിഷേൻ ബെല്ലാറട്ടി താമസിക്കുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ ഒരു വീഡിയോ ഒന്നും എടുത്തില്ല, സിറ്റിയുടെ നിരക്ക് നല്ല തിരക്കായിരുന്നു. അപ്പം അതിന് ശേഷം പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷിൻസും അതുപോലെ ലൈസിയും 2 മക്കളും, അവരെയും കണ്ടു. അപ്പം അവരുടെ കൂടെയും കുറച്ച് സമയം ചിലവഴിച്ച് ഞങ്ങളിത് വൈകുന്നേരം ജസ്റ്റ് വന്ന് കയറി ഞങ്ങളുടെ അക്കോമഡേഷനിൽ എത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ അക്കോമഡേഷൻ. അടിപൊളിയായിരുന്നു. ടയേർഡായി. ഇനി നാളെ രാവിലെ കാൻബറയിൽ അന്നത്തെ നാളെ ദിവസം മിക്കവാറും സ്റ്റേ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു കേവ്സ് ഒക്കെ കാണാൻ പോകുന്നുണ്ട് സിഡ്നിക്ക്. അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.